Next chapter, project appraisal and evaluation. That means project appraisal is the final and crucial stage in the project formulation. Project formulation final stage ആണ് അല്ലെങ്കിൽ ഏറ്റവും crucial ആയ stage ആണ് project appraisal എന്ന് പറയുന്നത്. Appraisal refers to the assessment of the project. It is the process of estimating costs and benefits of the project to arrive at the investment decision. ഒരു പ്രൊജക്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ കോസ്റ്റിനെ സംബന്ധിച്ചും ആ പ്രൊജക്റ്റിൽ നിന്നുള്ള ബെനിഫിറ്റിനെ സംബന്ധിച്ചും ഉള്ള എസ്റ്റിമേറ്റിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊജക്ട് അപ്രൈസൽ എന്ന് പറയുക. ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൊജക്ട് അപ്രൈസൽ ഈസ് ടു ഡിസൈഡ് വെദർ ടു ആക്സെപ്റ്റ് ഓർ ടു റിജക്ട് ആൻ ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ. ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ അല്ലെങ്കിൽ പ്രൊജക്റ്റുമായി ഈ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന് പറയുന്ന ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന് ആക്സെപ്റ്റ്, അതായത് ഈ പ്രൊജക്റ്റിനെ റിജക്ട് ചെയ്യണമോ ആക്സെപ്റ്റ് ചെയ്യണമോ എന്ന് തീരുമാനിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അല്ലെങ്കിൽ അതാണ് പ്രൊജക്ട് അപ്രൈസലിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ആസ്പെക്ട്സ് ഓർ എലമെന്റ്സ് ഓഫ് പ്രൊജക്ട് അപ്രൈസൽ. There are 7 aspects or elements relating to project appraisal. The first is technical feasibility. Technical feasibility means it is the detailed estimates of the goods and services needs of the project. That means land, machineries and equipments, raw materials, trained labor, technology, utilities, etc. അതായത് നമ്മുടെ പ്രൊജക്റ്റിന് ആവശ്യമായ എല്ലാ ടെക്നിക്കൽ ആസ്പെക്ടിന്റെയും ഫീസിബിലിറ്റിയെ സംബന്ധിച്ചുള്ള സാധ്യത, അതായത് ടെക്നിക്കൽ സാധ്യതാ പഠനം ആണ് ടെക്നിക്കൽ ഫീസിബിലിറ്റി എന്ന് പറയുന്നത്. ലാൻഡ്, എത്രത്തോളം ലാൻഡ്, എന്താണ് ലാൻഡ് എത്രത്തോളം അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ലാൻഡ് എത്രത്തോളം വേണ്ടി വരും, മിഷനറീസ്, എക്യുപ്മെന്റ്സ്, റോ മെറ്റീരിയൽസ്, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ടെക്നിക്കൽ ഫീസിബിലിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമത്താണ് ഇക്കണോമിക് വയബിലിറ്റി. എത്രത്തോളം ഈ പ്രൊജക്ട് വൈബിൾ ആണ്, ഇക്കണോമിക്കലി വൈബിൾ ആണ്. അതായത് ദി ഫൈനൽ ഡിസിഷൻ ടേക്കൻ ഫോർ ദി സെലക്ഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്രൊപ്പോസ്ഡ് പ്രൊജക്ട്. ഇക്കണോമിക് അനാലിസിസ് ക്യാരിഡ് ഔട്ട് ടു ടേക്കൻ ഇൻ ടു കൺസിഡറേഷൻ capital cost, working capital requirement, estimates of operating cost, estimates of operating revenue, depreciation, tax, profits, etc. are detailedly evaluated. That is economic viability of the investment project. Importance should be given to factors like price fluctuations, inflation, changes in government policy, adoption of new technologies, etc. ഇക്കണോമിക് വൈബിലിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം നമുക്ക് ക്യാപിറ്റൽ കോസ്റ്റ് ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്, എസ്റ്റിമേറ്റ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, എസ്റ്റിമേറ്റ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് റവന്യൂ, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ആണ് ഇക്കണോമിക് വൈബിലിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാം, ഇൻഫ്ലേഷൻ ബാധിക്കാം, ചേഞ്ചസ് ഓഫ് ഗവൺമെന്റ് പോളിസി ഉണ്ടാവാം, അഡോപ്ഷൻ ഓഫ് ന്യൂ ടെക്നോളജി ഉണ്ടാവാം. ഇതിൽ നിന്നൊക്കെ എത്രത്തോളം ഇക്കണോമിക് വൈബിലിറ്റി ഉണ്ട്, ഇതാണ് ഇക്കണോമിക് വൈബിലിറ്റിന്റെ വരുന്നത്. മൂന്നാമത്തെ കൊമേഴ്സ്യൽ വൈബിലിറ്റി. കൊമേഴ്സ്യൽ വൈബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോ മെറ്റീരിയൽ, കറക്റ്റ് സമയത്ത് നമുക്ക് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അതിന്റെ അവൈലബിലിറ്റി. സെയിൽ ഓഫ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്, എത്രത്തോളം നമ്മളുടെ ഗുഡ്സുകൾ, ഫിനിഷ്ഡ് പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അൺഇൻട്രപ്റ്റഡ് ആയിട്ടുള്ള സപ്ലൈ ഓഫ് ഇൻപുട്സ് നേരിട ആവശ്യമാണ് നമുക്ക്. ഒപ്പം നമുക്ക് മാർക്കറ്റിംഗ് ചാനൽസ് ഉപയോഗിച്ചുകൊണ്ട് അൺഇൻട്രപ്റ്റഡ് ആയിട്ടുള്ള സപ്ലൈ ഓഫ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആവശ്യമാണ്. ഇതിനെ സംബന്ധിച്ചുള്ള ഇതിന്റെ വൈബിലിറ്റിയെ സംബന്ധിച്ചാണ് കൊമേഴ്സ്യൽ വൈബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി. എത്രത്തോളം ഫിനാൻഷ്യലി ഫീസിബിൾ ആണിത്. അതായത് ഒരു ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു പ്രൊജക്ട് തുടങ്ങി 3-4 വർഷം കൊണ്ടാണ് അതിന്റെ ഏണിങ്സ്, അതിന്റെ റിട്ടേൺ ഒരു സ്റ്റേബിൾ ആവുക. അത് എത്രത്തോളം സ്റ്റേബിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി ഉണ്ട്, നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. അതായത് ഇതിന്റെ ഈ പ്രൊജക്ട് ഫിനാൻഷ്യലി സൗണ്ട് ആണോ, വൈബിൾ ആണോ, തുടങ്ങിയ കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി അത് വരുന്നത്. അടുത്തതാണ് മാനേജീരിയൽ കോമ്പിറ്റൻസ്. നമുക്കറിയാം പല പ്രൊജക്ടുകളും ഫെയിലിയർ ആവാനുള്ള കാരണം എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിലുള്ള ഇൻഎഫിഷ്യൻസീസ് ആണ്. അപ്പൊ എത്രത്തോളം ഉണ്ട് മാനേജീരിയൽ കോമ്പിറ്റൻസ്, എത്രത്തോളം ഉണ്ട് മാനേജീരിയൽ എഫിഷ്യൻസീസ്, അത് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അത് അനലൈസിന് വിധേയമാക്കേണ്ടതാണ്. അതിനെ നമ്മൾ മാനേജീരിയൽ കോമ്പിറ്റൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് സോഷ്യൽ കൺസിഡറേഷൻ. എന്താ സോഷ്യൽ കൺസിഡറേഷൻ? ഈ ഒരു പ്രൊജക്ട് കൊണ്ട് എത്രത്തോളം സൊസൈറ്റിക്ക് ബെനിഫിറ്റഡ് ആണ്, അതായത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എത്രത്തോളം ഉണ്ട്,
അതോടൊപ്പം തന്നെ ഈ പ്രൊജക്റ്റ് ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലത്തിൽ എത്രത്തോളം ഡെവലപ്മെന്റ് ഉണ്ടാവും തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അനാലിസിസ് ആണ് സോഷ്യൽ കൺസിഡറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് ആണ് ഇക്കോളജിക്കൽ അനാലിസിസ്. ഇക്കോളജിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ പ്രകൃതിക്ക് എത്രത്തോളം ദോഷകരമാണ് അല്ലെങ്കിൽ പ്രകൃതിക്ക് ഇത് ഇണങ്ങിയതാണോ ഈ പ്രൊജക്റ്റ് തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അനാലിസിസ് ആണ് ഇക്കോളജിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. എൻവയോൺമെന്റ് എത്രത്തോളം പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്, പൊല്യൂഷൻ എത്രത്തോളം കുറവാണ്, അല്ലെ ഏതെങ്ങനെയൊക്കെ കുറക്കാം, അതുപോലെ തന്നെ ഇതിൽ നിന്നുണ്ടാവുന്ന വേസ്റ്റ് എങ്ങനെ നമുക്ക് ഡിസ്പോസ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അനാലിസിസ് ആണ് ഇക്കോളജിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് മെത്തേഡ്സ് ഓഫ് പ്രോഫിറ്റബിലിറ്റി അപ്രൈസൽ ഓർ പ്രൊജക്ട് അപ്രൈസൽ ക്രൈറ്റീരിയ. പ്രോഫിറ്റബിലിറ്റി അപ്രൈസൽ അതായത് ഒരു പ്രൊജക്ടിന്റെ പ്രോഫിറ്റബിലിറ്റി അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ട് തരത്തിലുള്ള മെത്തേഡ്സ് ആണ് പ്രധാനമായിട്ടുള്ളത്. നോൺ ഡിസ്കൗണ്ടിങ് ടെക്നിക്സ് ഓർ ട്രഡീഷണൽ മെത്തേഡ് ആൻഡ് ഡിസ്കൗണ്ടിങ് ക്രൈറ്റീരിയ ഓർ മോഡേൺ മെത്തേഡ്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള മെത്തേഡുകളാണ് നമ്മൾ ഉപയോഗിക്കുക. നോൺ ഡിസ്കൗണ്ടിങ് മെത്തേഡും ഡിസ്കൗണ്ടിങ് മെത്തേഡും ഇങ്ങനെ രണ്ട് തരത്തിലുള്ള മെത്തേഡുകളാണ് നമ്മൾ ഉപയോഗിക്കുക. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രോഫിറ്റബിലിറ്റി അപ്രൈസൽ നമ്മൾ നടത്തുക. അതിൽ ഫസ്റ്റത്തേതാണ് അർജൻസി മെത്തേഡ്. നോൺ ഡിസ്കൗണ്ടിങ് ടെക്നിക്സിലെ ആദ്യത്തേതാണ് അർജൻസി മെത്തേഡ്. ഇറ്റ് ഈസ് എ ട്രഡീഷണൽ മെത്തേഡ്. That means under this method, the project acceptance on the base of emergency requirements or under certain crisis conditions. അതായത് ഒരു എമർജൻസി ഉണ്ടാവുന്നു അല്ലെങ്കിൽ ഒരു അർജൻസി ഉണ്ടാവുന്നു, അവിടെ വേറെ ഒന്നും നമുക്ക് നോക്കാനില്ല, ആ അർജൻസി മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു പ്രൊജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്രൊജക്റ്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ അർജൻസി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് അണ്ടർ ദിസ് മെത്തേഡ് മോസ്റ്റ് അർജന്റ് പ്രൊജക്ട്സ് ആർ ടേക്ക് അപ്പ് ഫസ്റ്റ്. ഏറ്റവും അത്യാവശ്യമുള്ള പ്രൊജക്ട് ഏതാണോ അത് ആദ്യമേ നമ്മൾ എന്ത് ചെയ്യും, ടേക്ക് ഓവർ ചെയ്യും. അതിനാണ് അർജൻസി മെത്തേഡ് എന്ന് പറയുക. രണ്ടാമത്തെ മെത്തേഡാണ് പേ ബാക്ക് മെത്തേഡ്. പേ ബാക്ക് മെത്തേഡ് മീൻസ് payback period method is one of the commonly used techniques evaluating capital expenditure proposals. That techniques is based on cash. Payback period is the length of time or project required to recover an initial cost of the project. It is the expected number of years during which the original investment is recovered. It is break-even point of the project where the accumulated returns equal investment. Payback method is also called a payout or payoff period or recouped period or replacement period etc. പേബാക്ക് പീരീഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മൾ ക്യാപിറ്റൽ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തത് അത് എത്ര വർഷം കൊണ്ട് നമുക്ക് റിട്ടേൺ കിട്ടും, ഇത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അതിൻ്റെ അകത്ത് മണി വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. പേബാക്ക് എത്ര വർഷം കൊണ്ട്, 1 കോടി രൂപ നമ്മൾ മുടക്കി കഴിഞ്ഞാൽ ഓരോ വർഷം നമുക്ക് കിട്ടുന്ന റിട്ടേൺ, അങ്ങനെ 1 കോടി രൂപ നമുക്ക് ഏത് വർഷത്തിൽ നമുക്ക് റിട്ടേൺ വരും. ഈ ഒരു മെത്തേഡാണ് പേബാക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ടാവില്ല, കറക്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് മാത്രം എത്ര വർഷം കൊണ്ട് കിട്ടി, പിറ്റേ വർഷം മുതൽ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ബെനിഫിറ്റ് ആണ് അല്ലെങ്കിൽ നമ്മുടെ റിട്ടേൺ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇതിനെയാണ് നമ്മൾ പേബാക്ക് പീരീഡ് മെത്തേഡ് എന്ന് പറയുന്നത്, പേബാക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തതാണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് ദാറ്റ് മീൻസ് the average rate of return method represents the ratio of average annual profits to average investment in the project. It is based on accounting profits and not on cash flows. The method is also known as accounting rate of return method or return on investment method or unadjusted rate of return method. Under this method, average annual profit is expressed in percentage of investment. അതായത് ഇവിടെ നമ്മൾ നോക്കുന്നത് എത്രയാണ് നമ്മളുടെ ഒരു വർഷത്തെ റിട്ടേൺ, ആ ആവറേജ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതായത് എത്ര നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്നും പ്രോഫിറ്റ് ലഭിച്ചു. ഇപ്പോൾ 1 കോടി രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം നമുക്ക് എത്ര റിട്ടേൺ വന്നു അതിൽ നിന്നും. അപ്പോൾ അത് ആവറേജ് റേറ്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ട് ആ പ്രോഫിറ്റിന്റെ ആനുവൽ പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ആവറേജ് റേറ്റ് കാണുന്നു. അതിനെയാണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് എന്ന് പറയുക. ഇങ്ങനെ 3 തരത്തിലുള്ള മെത്തേഡുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോൺ ഡിസ്കൗണ്ടിങ് ടെക്നിക്സ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി ഡിസ്കൗണ്ടിങ് ക്രൈറ്റീരിയ ഓർ മോഡേൺ മെത്തേഡ്. മോഡേൺ മെത്തേഡ് ദാറ്റ് മീൻസ് ദി ഫസ്റ്റ് മെത്തേഡ് ദാറ്റ് ഈസ് ഡിസ്കൗണ്ടഡ് പേബാക്ക് മെത്തേഡ്. ഡിസ്കൗണ്ടഡ് പേബാക്ക് മെത്തേഡ്. ഡിസ്കൗണ്ടഡ് പേബാക്ക് മെത്തേഡ്. Discounted payback method means
discounted payback method is suggested. The modern modified method, cash flows are firstly converted into the present values and then added to ascertain the period of time required to cover initial outlay of the project. നമ്മൾ ഇവിടെ ചെയ്യുക ഡിസ്കൗണ്ടിങ് ക്രൈറ്റീരിയ അല്ലെ മോഡേൺ മെത്തേഡ് എന്ന് പറഞ്ഞെങ്കിൽ ടൈം വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. നമുക്കറിയാം ഈ വർഷം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അടുത്ത വർഷം നമുക്ക് പണത്തിന്റെ മൂല്യം കുറയും. അപ്പോൾ എന്ത് വേണം, 100 രൂപ നമുക്ക് ഈ വർഷം കിട്ടുന്ന 100 രൂപ റിട്ടേൺ കിട്ടിയാൽ പോരാ, അടുത്ത വർഷം നമ്മളുടെ മണി വാല്യൂ അനുസരിച്ച് കൂടുതൽ റിട്ടേൺ ആയിട്ട് കിട്ടുന്നുണ്ടാകും. അതും കൂടി കൺസിഡർ ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിന്റെ എത്ര വർഷം കൊണ്ട് നമുക്ക് റിട്ടേൺ ലഭിക്കും എന്ന് നോക്കുന്നതാണ് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്താണ് നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ്. നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ്, the present value of some desired rate of return may be equal to the cost of capital. The discounting under this method, the present value of all cash inflows is compared against a present value of all cash outflows. The difference between the present value of cash inflows and the present value of cash outflows is called net present value. അതായത് നമ്മൾ ചെയ്യുന്നത് ക്യാഷ് ഇൻഫ്ലോസ് ആ നെറ്റ് പ്രസന്റ് വാല്യൂയിൽ നമ്മൾ കൺസിഡർ ചെയ്യും. അത് കമ്പയർ ചെയ്യുന്നു ഏതുമായിട്ട്, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസുമായിട്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് നമുക്ക് പറയേണ്ടി വരും. അതായത് ക്യാഷ് ഇൻഫ്ലോസും ക്യാഷ് ഔട്ട്ഫ്ലോസും, നെറ്റ് ക്യാഷ് ഇൻഫ്ലോസും നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോസും പ്രസന്റ് വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തതാണ് കോസ്റ്റ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ. അതിന്റെ മറ്റൊരു പേരാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്. That means the two projects having different investment outlay cannot be compared by the net present value method because it indicates net present value is absolute terms. രണ്ട് പ്രൊജക്റ്റുകളുടെ തമ്മിൽ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെ പ്രോഫിറ്റബിൾ ആണ് എന്ന് നോക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. പ്രൊജക്ട് എക്സും പ്രൊജക്ട് വൈയും അതിന്റെ ഇൻവെസ്റ്റ്മെന്റ്, അതിൽ നെറ്റ് പ്രസന്റ് വാല്യൂ എങ്ങനെയാണ് ഇൻഫ്ലോ ചെയ്യുന്നത് ഔട്ട്ഫ്ലോ ചെയ്യുന്നത്, ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതാണ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡാണ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. എന്താണ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ? ദി പ്രസന്റ് വാല്യൂ മെത്തേഡ് ഇൻഡിക്കേറ്റ്സ് ദി പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് flows of project for a determined interest rate, but it does not indicate the rate of return of the project. In order to find out rate of return of project, estimated net cash inflows of each year is discounted at various rates till the rate is obtained at the present value of cash inflows is equal to initial investment or net present value comes to zero. Such a rate is called internal rate of return or marginal rate of return. Internal rate of return try discounting at different discount rates until we reach the discount rate at which present value of cash inflows is equal to present value of cash outflows. Internal rate of return is the rate of return at which total present value of future cash inflows is equal to initial investment. അതായത് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് നമ്മളുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണോ അത് ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാച്ച്, അത് രണ്ടും ഈക്വൽ ആവുന്ന പോയിന്റ്, 0 വരുന്ന പോയിന്റ്, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതും നമ്മളുടെ റിട്ടേണും അത് നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ് വെച്ച് നോക്കുമ്പോൾ 0 ആവുന്നു. നമുക്ക് എന്ത് കിട്ടുന്നു, ഫുൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മുഴുവൻ എമൗണ്ട് കിട്ടുന്ന ഇതിനെയാണ് നമ്മൾ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ലാസ്റ്റ് ആണ് നെറ്റ് ടെർമിനൽ വാല്യൂ മെത്തേഡ്. നെറ്റ് ടെർമിനൽ വാല്യൂ മെത്തേഡ് ലാസ്റ്റത്തെ ഡിസ്കൗണ്ടിങ് ക്രൈറ്റീരിയ പ്രകാരമുള്ളതാണ് നെറ്റ് ടെർമിനൽ വാല്യൂ മെത്തേഡ്. Under this method, the assumption that each annual cash inflows is received at the end of the year and is reinvested in another asset in certain rate of return from the moment it is received till the termination of the project. നമുക്ക് ഒരു വർഷം കിട്ടിയിരിക്കുന്ന റിട്ടേൺ, ആ റിട്ടേൺ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ലാസ്റ്റ് ആ പ്രൊജക്ട് അവസാനിക്കുമ്പോഴാണ് നമ്മൾ ഇതിന്റെ റിട്ടേൺ നിശ്ചയിക്കുന്നതെങ്കിൽ അതിനെയാണ് നെറ്റ് ടെർമിനൽ വാല്യൂ മെത്തേഡ് എന്ന് നമ്മൾ പറയുക. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഡിസ്കൗണ്ടിങ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്.
ഇനി നമുക്ക് നോക്കാനുള്ളതാണ് പ്രൊജക്റ്റ് ഇവാലുവേഷൻ. എന്താണ് പ്രൊജക്റ്റ് ഇവാലുവേഷൻ? ദാറ്റ് മീൻസ് ആഫ്റ്റർ ദി പ്രൊജക്ട് ഈസ് സ്റ്റാർട്ടഡ്, to evaluate the performance of the project. That means it helps to know whether the project is moving according to our plan or not. നമുക്കറിയാം, ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന പ്രകാരം പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ് ഒരു പ്രൊജക്റ്റ് പോകുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പ്രൊജക്റ്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, പ്രൊജക്റ്റ് ഇവാലുവേഷനും പ്രൊജക്റ്റ് അപ്രൈസും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് പ്രൊജക്റ്റ് ഇവാലുവേഷനും പ്രൊജക്റ്റ് അപ്രൈസലും തമ്മിലുള്ള വ്യത്യാസം? പ്രൊജക്റ്റ് അപ്രൈസൽ ഈസ് ഡൺ ബിഫോർ ദി പ്രൊജക്റ്റ് ഈസ് സ്റ്റാർട്ട്. ഒരു പ്രൊജക്റ്റ് തുടങ്ങുന്നതിന് മുൻപാണ് പ്രൊജക്റ്റ് അപ്രൈസൽ നടത്തുക. ബട്ട് പ്രൊജക്റ്റ് ഇവാലുവേഷൻ ഈസ് ഡൺ ആഫ്റ്റർ സ്റ്റാർട്ടിംഗ് ദി പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 5-6 മാസം കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് നടത്തുക? പ്രൊജക്റ്റ് ഇവാലുവേഷൻ നടത്തുക. വെദർ ദി പ്രൊജക്റ്റ് ഈസ് ഗോസ് ഓൺ according to the plan or predetermined plan or not, and if any deviation it is correct them. അതായത് എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആണ് പ്രൊജക്റ്റ് ഇവാലുവേഷൻ നടത്തുന്നത്. ഇതിനെയാണ് നമ്മൾ പ്രൊജക്റ്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. പ്രൊജക്റ്റ് ഇവാലുവേഷൻ നടത്തുന്നത് പ്രൊജക്റ്റ് അപ്രൈസിൽ നമ്മൾ ചെയ്തിരിക്കുന്ന പ്രക്രിയകൾ എല്ലാം വേണ്ട രീതിയിൽ പ്ലാൻഡ് ആയിട്ട് തന്നെ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊജക്റ്റ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുക.